ഇന്ന് നമുക്ക് ഹിബയുടെ മെഹന്തി നൈറ്റിന് പോയാലോ? ഹിബ എൻ്റെ കസിൻ സിസ്റ്ററായിട്ട് വരും കേട്ടോ. ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതെൻ്റെ സ്വന്തം ബ്രദറാണ് കേട്ടോ. അവർ റെഡിയാവുന്ന ടൈമിൽ എന്നോട് കഥ പറയുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ മറ്റൊരു കസിനാണ്. റെഡി ആയതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ദെൻ ഞങ്ങൾ എൻട്രൻസിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ നേരെ ഫ്രണ്ടിലുള്ള ചെയറിൽ തന്നെ പോയിരുന്നു. ഇതാണ് ഹിബയുടെ ഫാമിലി. അവരുടെ ഫാമിലി ഫോട്ടോഷൂട്ടാട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ മറ്റൊരു കസിനാണ് കേട്ടോ. ഈ ഫംഗ്ഷനൊക്കെ കാണുന്ന ടൈമിൽ ഞാൻ എൻ്റെ മെഹന്തി നൈറ്റിനെ കുറിച്ചാണ് കേട്ടോ ആലോചിച്ചുകൊണ്ടിരുന്നതൊക്കെ. എത്ര പെട്ടെന്നാണ് 1 ഇയർ ആയത്. കുറേ നാളുകൾക്ക് ശേഷം ഒരുപാട് പേരെ വീണ്ടും കാണാൻ പറ്റിയിട്ടോ. ഞങ്ങളുടെ ഫാമിലീസ് എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ കയറിയായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ കസിൻസ് എല്ലാവരും കൂടെ ഫോട്ടോഷൂട്ടും റീലും ഒക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. മാഷാ അല്ലാ, നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനിടയിൽ എനിക്ക് കുറച്ച് ജെംസും കിട്ടി. എനിക്ക് മാരേജ് ഫംഗ്ഷനിൽ ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ ഈ പയ്യൻ ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ നോക്കിക്കൊണ്ടേ നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാ കസിൻസും കൂടെ ഫോട്ടോ എടുക്കാൻ കയറി കേട്ടോ. ഇനിയൊരു പാട്ടായാലോ? മണവാളൻ്റെ സർപ്രൈസ് എൻട്രി ആയിരുന്നു കേട്ടോ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതുവരെ ഹാപ്പി ആയിരുന്ന ഹിബ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. സാധാരണ മെഹന്തി നൈറ്റിന് ഫാമിലി മാത്രമേ വരാറുള്ളൂ. ആദ്യമായിട്ടാണ് കേട്ടോ മണവാളൻ വരുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് സുലേഖ മനസ്സിലാണ് ഓർമ്മ വന്നത്. മാഷാ അല്ലാ, ഫങ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. എന്നാൽ പിന്നെ നമുക്കും പോയാലോ? അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.